ഇത് നമ്മളെ മാക്സി മെറ്റീരിയൽ വന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല പണിയാണ്. ഇതിപ്പോൾ എല്ലാം മേലേക്ക് എത്തിച്ച് ഇനി അവിടുന്ന് ഒരു വീഡിയോ എടുത്ത് പിന്നെ അതിനൊക്കെ ഒരു പ്രൈസ് ടാഗും കൊടുക്കണം. പ്രൈസ് ടാഗ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബിറ്റുകൾ തമ്മിൽ ഒരു രണ്ടോ മൂന്നോ രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ 5 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറയുക, പിന്നെ കസ്റ്റമേഴ്സിന് അത് നഷ്ടം വരില്ലല്ലോ. മറ്റേ നമ്മൾ ഒരേ റേറ്റിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ചില കമ്പനീൻ്റെ വ്യത്യാസത്തിലായിരിക്കും 2-3 രൂപേൻ്റെ വ്യത്യാസം വരില്ല, ചിലത് GSTൻ്റെ ഒരു ഇതിലായിരിക്കും അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇത് മേലെ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹൈ ടാസ്ക്കാണ് കേട്ടോ. പിന്നെ അതെടുത്ത് വീഡിയോ എടുക്കുക. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പിന്നെ ഒരു 6 മണിയൊക്കെ 6-6:30 ആകുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ നിൽക്കും കേട്ടോ. പിന്നെ അതൊരു 7, 8, 9, 10 മണി വരെ നീണ്ടു പോവുക ഒരു വീഡിയോ എടുക്കൽ. കാരണം വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ പ്രൈസ് ടാഗ് ഇടണം, പിന്നെ അതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കണം, പിന്നെ അത് ഓരോന്നും ഓരോരോ എന്താ പറയുക എല്ലാം ഓരോ ഓർഡറിലാക്കി വെക്കണം. അപ്പോൾ കുറച്ചൊരു മെനക്കേടുള്ള കാര്യമാണ് കേട്ടോ ഇത് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴേക്കായിരിക്കും ഒന്നെങ്കിലും മക്കളെ വരി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫോൺ കോൾ ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങോട്ട് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ രാത്രി ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കും, പിന്നെ പ്രൈസ് ടാഗ് ഒക്കെ ഇട്ട് വെക്കും, പിന്നെ ഇതെല്ലാം ടേബിൾ മേൽ കൊണ്ടുപോയി വെക്കും. പിന്നെ അന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ ആരെ ഒരു ഇതുമില്ല, നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലൈഫിൽ എന്തെങ്കിലും റിസ്ക് ഒക്കെ എടുത്താലല്ലേ ഒരു രസമുള്ളൂ. എപ്പോഴും നമ്മളിങ്ങനെ ഒരേ റുട്ടീൻ തന്നെ ചെയ്യുന്നതിനോട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതും ഒരു മനസ്സുഖം.